ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് റവ ദോശയാണ് കേട്ടോ. അതിലേക്കുള്ള ചേരുവകളാണ് 2 കറിവേപ്പില, പിന്നെ ഒരു മല്ലിയോല, ഒരു സവാള, പിന്നെ 2 ഇഞ്ചി കഷ്ണം, ഒരു പച്ചമുളക് എടുത്തിട്ടില്ല കേട്ടോ. പച്ചമുളക് അവിടെ എടുക്കാണ്ട്. വെളുത്തുള്ളി നമുക്ക് വെളുത്തുള്ളി. അപ്പോൾ മക്കളേക്ക് റവ ദോശ അറിയോ? അപ്പോൾ എല്ലാവരും ചായക്കടയൊക്കെ ആയോ? ഞാൻ ചായക്കടി ഉണ്ടാക്കാമെന്നൊക്കെ ചായ കുടിച്ചു. എല്ലാ മക്കളുമാർക്കും സുഖമല്ലേ മക്കളെ? ഇന്നത് വെറൈറ്റി മോഡൽ ഉണ്ടാക്കുക. നല്ല നെയ് റോസ്റ്റ്, ഇതല്ല പറയുക എന്താ പറയുക, നല്ല നെരിഞ്ഞത്, ചിലർ മുരിഞ്ഞത്, നല്ല ഫ്രൈ ആയ ദോശയാട്ടാ. നീർദോശ എന്നും പറയും. അതിന് തീരെ കട്ടില്ല. അതിൽ റവ, മൈദ, അതുപോലെ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി കട്ട് ചെയ്യണം കേട്ടോ. വെളുത്തുള്ളി ഇടാറില്ല ഞാൻ, ഗ്യാസൊക്കെ ഉള്ളതല്ലേ വെച്ചിട്ട് ഇടാറ് കേട്ടോ. 2 വെളുത്തുള്ളിപ്പോണിയും 2 ഇഞ്ചി കഷ്ണമാണ് നമ്മളിതിൽ അറിയാൻ പോകുന്നത്. നമ്മളെ റവ ദോശയ്ക്ക് ഞാൻ പച്ചമുളക്, വലിയമ്മ ഒരു പച്ചമുളക് കൊടുത്താണ് ഈ കുട്ടി. മമ്മ ഒരു പച്ചമുളക് കൊണ്ടേ. അപ്പോൾ നമ്മൾ ഇഞ്ചിയാണ് അരിയാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ? ഇഞ്ചി ചെറിയ കഷ്ണം ഇഞ്ചി, അല്ല കുനുകുനാന്ന് അരിയണം കേട്ടോ. അപ്പോൾ കാൽച്ചായയും ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടാണ്. പിന്നെ മുറ്റൊക്കെ അടിച്ചു മക്കളെ, പറയേണ്ട കാര്യം. എത്ര ഒരു കുടം വിയർപ്പ് പോയി. എന്നിട്ട് ഞാനാകെ വിയർത്ത് ടയേർഡായി എൻ്റെ പൊന്നേ. അപ്പം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞു. ഈ പ്ലേറ്റിക്ക് ഇടാം കേട്ടോ. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു. വെളുത്തുള്ളി ഇടലൊന്നുമില്ല, ഓപ്ഷണലാണ്. നമ്മളതിൽ ഇടാന്ന് മാത്രം. എനിക്ക് വെളുത്തുള്ളി എല്ലാത്തിലും ഇടുന്ന ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ വെളുത്തുള്ളി കൊണ്ടുള്ള ഉപകരണം കൂടുതലാണ് എനിക്ക്. വെളുത്തുള്ളി, സവാള അവിടെ അധികം ചിലവതാണ്. ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പില, അതിൻ്റെ മണം കൂട്ടാനുള്ള സാധനം. 3 തണ്ട് കറിവേപ്പില, ഒരു കോച്ചിൽ തന്നെ പറയാം. ഒരു വലിയൊരു നെട്ട് കോച്ചിൽ നമ്മൾ. എന്നിട്ട് ഇത് കുനുകുനാന്നരിയണം. കറിവേപ്പില കുനുകുനാന്നരിയണം. എല്ലാവർക്കും അറിയുമോയെന്നറിയില്ല. നമ്മളെ റവ ദോശ, റവ, മൈദ, 2 സ്പൂണ് റവ, 2 സ്പൂൺ അരിപ്പൊടി, 2 സ്പൂണ് മൈദ ഒക്കെ ഇട്ടിട്ട് പിന്നെ നല്ല ലൂസിൽ കലക്കട്ടോ. നല്ല മൊരിഞ്ഞിട്ട് റോൾ ചെയ്തിട്ട് എടുക്കുക. നമ്മളെ നെയ് റോസ്റ്റിൻ്റെ ഒക്കെ മാതിരി നല്ല കനയില്ലാതെ പരത്തും വേണം. അപ്പോൾ കറിവേപ്പില അരിഞ്ഞോട്ടാ. ഇനി നമ്മളെ താരം മല്ലിയോല. ഈ ഓല നിങ്ങൾക്ക് അറിയാം മക്കളെ? ഈ നാട്ടിൽ മല്ലിയോല എന്നാ പറയുക. വേറെ നാട്ടിൽ എന്തോ പറയാമെന്ന് എനിക്കറിയാം. ഇത് വേറെ പേരൊക്കെ ഉണ്ട്. പല നാട്ടിലും പല പേരല്ലേ. അപ്പോൾ ഇതിന് നമ്മൾക്കൊന്ന് കുനുകുനാന്നറിയാം. ഇത് മല്ലിച്ചപ്പിൻ്റെ പകരമുള്ള ഒരു മല്ലിയോലയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയും. ഇപ്പോൾ കുറേയൊക്കെ ഏകദേശമൊക്കെ അറിയാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ. നമ്മളൊക്കെ മലപ്പുറം ജില്ലക്കാരല്ലേ. നല്ലോണം കുനുകുനാന്ന് കട്ട് ചെയ്യട്ടാ. അതുകൊണ്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ സവാള, ഒരു കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് സവാളയും നേരായിട്ട് കുഞ്ഞേ സ്ലൈസായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ചോപ്പ് ചെയ്യാന്ന് പറയും. അപ്പോൾ ചോപ്പർ ഇവിടെ ഇല്ല. അപ്പോൾ നമ്മളെ കൈ കൊണ്ടാണ് നമ്മൾ ചോപ്പ് ചെയ്യുന്നത് കേട്ടോ. മമ്മ ഒരു പച്ചമുളക് എടുത്തുകൊണ്ട് വാ. മമ്മ കോഴി നല്ല കൂവലാണ് പൊന്നു മക്കളെ.
നല്ല ഇങ്ങോട്ട് നൈസായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. കട്ട് ചെയ്തല്ലോ. ഇനി നമ്മൾ ഇതും മല്ലിയില എല്ലാതും ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് അതിക്ക് ചേർക്കാൻ ആ മാവക്ക് ചേർത്തിട്ട് ഇളക്കി കുറച്ച് നേരം അതിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. എന്നാലും ഓൾറെഡി കുറച്ച് നേരം ഇതും കൂടെ ഒന്ന് നല്ല സെറ്റായിട്ട് വരണം. എന്നെങ്കിലുള്ളൂ അതിൻ്റെ മണം രുചിയും ഒക്കെ അതിൽ ഇറങ്ങി പിടിക്കണടാ. എന്നെങ്കിലുള്ളൂ പിന്നെ എന്താണ് റവദോശ നല്ല പെർഫെക്റ്റായിട്ട് എല്ലാതും ഒന്ന് ഇറങ്ങി പിടിക്കുള്ളൂ. അപ്പോൾ ഒരു പച്ചമുളക് ഉണ്ടിട്ട് മക്കളെ, എരിവ് വല്ലാതെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഒരു നോർമൽ എരിവാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അപ്പം നമ്മൾ ഇത് 4 കട്ട് ചെയ്യുക കേട്ടോ. സ്ലൈസ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണേ. ഇതാ ഒരു പച്ചമുളക് നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ പരിപാടി തുടങ്ങാൻ പോവണേ. വേറെ ഒരു കറിയും വേണ്ടതിന് നല്ല ചൂടോടുക്കണം കഴിക്കണം. നല്ല മുരിഞ്ഞ ദോശ കഴിച്ചാണ്ടല്ലോ പൊന്നേ, അത് കറി ഒഴിവാക്കാനാണ് കേട്ടോ. എനിക്ക് കറി പോരേണ്ട ആവശ്യമേ ഇല്ല. ചൂടോടുക്കനെ നമുക്ക് റോൾ ചെയ്തേക്കാം. ഷവർമ റോൾ ചെയ്യും പോലെ അവിടെ റോൾ ചെയ്ത് കഴിച്ചാൽ മതി എൻ്റെ പൊന്നേ. സ്വർഗമാ സൗഖ്യം. എൻ്റെ ഒക്കെ കഴിഞ്ഞ്. എൻ്റെ കട്ടിംബോർഡ് എങ്ങനെയുണ്ട്? പുതിയ കട്ടിംബോർഡാണ്. ഇങ്ങനെ വേണം കട്ടിംബോർഡ്. അപ്പോൾ നമ്മളെ ഫൈബറിൻ്റെ കട്ടിംബോർഡാകുമ്പോഴേ അതിൻ്റെ പൊടികളൊക്കെ നമ്മളെ പഴറിൻ്റെ ഉള്ളിലേക്ക് ചെല്ലും. അപ്പോൾ നമ്മൾ അതൊന്ന് നേരെ തന്നെ മരത്തിൻ്റെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ഹോട്ടലിലൊക്കെ കാണാം ഇതിങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ. ഇതൊക്കെ നമ്മളെ വയറ്റിക്ക് ചെല്ലും. അതൊക്കെ നമുക്ക് കേടാണ്, ആമാശയത്തിന് കേടാണ്. ഹാനികരമായ സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുക. നല്ല കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യാൻ നിൽക്കുക കേട്ടോ. മാക്സിമം ഇപ്പോൾ കേരളത്തിൽ നിപ ബാധിച്ചിട്ടുണ്ട്. നിപ്പ. അപ്പോൾ വളാഞ്ചേരി സ്വദേശിക്ക് ഒരു നിപ്പ, ഒരു 40 വയസ്സുകാരി എല്ലാവർക്കും നിപ്പ ഉണ്ട് അത്ര സ്ഥിരീകരിച്ചിക്കൊള്ളു പറയുന്നതൊക്കെ ഉണ്ട്. എല്ലാവരും മാക്സിമം മാസ്ക് ഇടുക, കഴുകുക, അതൊക്കെ തന്നെയാണ്. മറ്റുള്ളവരെ അടുത്ത് നിന്ന് പിന്മാറി നിൽക്കുകയാ, സാനിറ്റൈസർ യൂസ് ചെയ്യുക, കൈ കഴുകുക, ഓക്കെ. ഇതൊക്കെ തന്നെ ജാഗ്രത പാലിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതാ റവദോശക്കുള്ള മാവ് നമ്മൾ കലക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. അതിലെന്തൊക്കെയാണ് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇത്ര ലൂസിൽ വേണം ബാറ്റർ കേട്ടോ മാവ്. അപ്പം നമ്മൾ ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയോല, കറിവേപ്പില, പച്ചമുളക് ഒക്കെ പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാതും കൂട്ടി യോജിപ്പിച്ച് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാറ്ററി ഇരിക്കുക. തിന്നായിട്ട് പരത്തും വേണം, വാരും വേണം. നമ്മൾ നീർദോശയല്ലേ, അതൊക്കെ അറിയില്ല, നീർദോശ പച്ചരിയൊക്കെ അരച്ചുണ്ടാക്കുമ്പോൾ ഈ ഇതിൽ വേണം. ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. അല്പം ഒന്ന് മഞ്ഞൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾ ശരീരത്തിന് വേദന കുറക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലേശം ഒരു പിഞ്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കുക. അറിയാം എന്ന് വെച്ചാൽ പിന്നെ മഞ്ഞൾ നമ്മുടെ ശരീരത്തിന് വേദന കുറക്കാൻ പറ്റും. ഞാൻ മഞ്ഞൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു പിഞ്ച് മഞ്ഞളും കൂടെ ആഡ് ചെയ്യുക, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കണം. റവക്കൊന്ന് സെറ്റായി വരണം. എല്ലാ മസാലയും ചേരുവകളൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേന് എന്തെങ്കിൽ കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് നമുക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. ആദ്യം ഒന്ന് കലക്കി വെച്ചൊന്ന് കുതിരാൻ വേണ്ടിയിട്ട്. പൊന്നാര മക്കളെ, കോഴികളെ കുക്കലും എല്ലാതും കൂടെയാണ്. അപ്പം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പൊക്കെ നേരിയത് ഒരു മീഡിയം ഉപ്പുണ്ടാവും. ഒന്നും ഉപ്പില്ലെങ്കിൽ എന്തിനാ ഒരു ചാതും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പിഞ്ചുപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഞങ്ങൾക്ക് പാർന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് സെറ്റായിരിക്കട്ടെ. ഇനി നമുക്ക് ഒരു 5 മിനിറ്റിന് വെയിറ്റിങ്. അത് മക്കളെ, നമ്മൾ ദോശ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഗ്യാസ് കത്തിച്ചു. നമ്മളെ പാന് വെച്ച് കൊടുക്കാം കേട്ടോ. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ദോശമാവ് ഇതാ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റായിട്ടുണ്ട്. നല്ല നേർദോശ, നമ്മളെ റവ ദോശ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ബ്രഷ് എടുത്ത് അതിൽ
അപ്ലൈ ചെയ്ത് കൊടുക്കണം. എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം ചൂടാൻ. അപ്പം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വേണം നമ്മൾ കനം കുറച്ചിട്ട് പാർന്ന് കൊടുക്കണം. എൻ്റെ പൊന്നെ മൈലാഞ്ചിപ്പൊടിയാണേ. നല്ല ചൂടായി വരണം കേട്ടോ. ചൂടായിട്ട് നമ്മൾ നല്ല നെരിഞ്ഞ്, ചിലർ പറയും നെരിയ, ചിലർ പറയും ഫ്രൈ ആവുക, ചിലർ പറയും മുരിയ. ഇവിടെ ഏത് സ്റ്റേജിൽ പറയാം. ഇവിടെ മുരിയ അല്ലെങ്കിൽ ഫ്രൈ ആവുക, അതാണ് ഇവിടെ പറയാറ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക നിങ്ങൾ കമൻറ്റ്. അപ്പം നമ്മൾ ഇതാ നമ്മളെ ബാറ്റർ ഈ തിക്കിലൊന്നും അല്ല, ഈ ഇതിൽ വേണം ബാറ്റർ ഉണ്ടാവാൻ കേട്ടോ. ലൂസ് പരുവായിരിക്കണം മക്കളെ. അപ്പം നമ്മൾ ദോശ പാരാൻ നല്ല ചൂടായി എന്നറിയാൻ നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സീത രസ കേൾക്കും. അപ്പം നമ്മൾ ഇത് കോരി ഒഴിച്ചിടുക. നല്ല ഇളക്കി യോജിപ്പിച്ച് വേണം കോരി ഒഴിക്കാൻ, അല്ലെങ്കിൽ ആട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പറയും നമ്മൾ ഓട്ടൊക്കെ ഉണ്ടെങ്കിലൊന്ന് തൂർത്ത്. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചിട്ടാ അതിൽ ഒഴിച്ച് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണുണ്ടോ, അതിലുള്ളൂ നല്ല മുരിഞ്ഞ ദോശ നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം എന്നാണ് എൻ്റെ ഒരു, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു. നല്ല ഇത്രയും കട്ടി കുറച്ച് വേണം ഒഴിക്കാൻ. അപ്പത്തിന് ഇവിടെ പോയി അതൊന്ന് തുടച്ചെടുക്കണം. തന്നെ പരിപാടി മക്കളെ. നല്ല മുരിഞ്ഞ ദോശ നമുക്കിങ്ങനെ റോളി എടുത്തിട്ട് പ്ലേറ്റിക്ക് ഇട്ടിട്ട് കഴിക്കാൻ പൊന്നേ, സ്വർഗമാ സൗഖ്യം പൊന്നാരേ. എന്താ രസം. ഒരു കറിയുടെ ആവശ്യമില്ല അതിന്. നല്ല മുരിയാണ്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളേ ഇപ്പുറത്തതിൽ നമ്മൾ ചായ കൂടെ ഉണ്ടാക്കിയാൽ അപ്പം നമുക്ക് ചായ കൂടെ കൂട്ടി കഴിക്കാലോ. എൻ്റെ പൊന്നു മക്കളെ ചായ ഒക്കെ കുടിച്ചോ എൻ്റെ പൊന്നായ മക്കളെ? എന്ന് വെച്ചാൽ നമ്മൾക്ക് ഞാൻ കുറേ ദിവസമായി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അതിനൊന്നും സമയം കിട്ടിയില്ല. ഓരോരോ ഓട്ടല്ലേ എനിക്ക്. ഇന്നലെ മിഞ്ഞാന്നൊന്നും പോയിട്ടില്ല. പുറത്തേക്കൊന്ന് പോയാൽ ഇടയ്ക്കൊന്ന് പുറത്തേക്ക് പോയി റീൽസ് എടുക്കണം, അതൊക്കെയാണ് ആഗ്രഹം. എനിക്കറിയില്ല എൻ്റെ കാര്യങ്ങൾ. എനിക്കെന്ന് പറഞ്ഞാൽ പുറത്ത് പോയിട്ടുള്ളതാണ്. ഇവിടെ ഉള്ളിലിരിക്കണതും ഒട്ടും ഇപ്പോൾ സേഫല്ല, ഇഷ്ടമല്ല. അപ്പോൾ പുറത്ത് പോയി എല്ലാവരും കാണുമ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനം കിട്ടുന്നത്. ഇതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ വെയിലിൻ്റെ അത് താങ്ങാൻ കഴിയില്ല. നേരത്തെ പോയിട്ട് ഒരു 10 മണി വെയിൽ ചൂടാകുമ്പോഴത്തേനും വരും വേണം. ആ ഒരു ഇതിലാണ് പോകേണ്ടത്. എന്നാൽ പിന്നെ വെയിൽ വല്ലാതെ കൊള്ളൂല്ല. പിന്നെ 2 ദിവസം ഭയങ്കര ക്ഷീണമായതുകൊണ്ടേ ഇപ്പൊക്കെ മാറി. എന്താണെന്ന് വെച്ചാൽ രക്തം പറ്റ സ്ലോ ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ കട്ടൻ ചായക്കുള്ള പൊടി ഇട്ടു, പാൽപ്പൊടി കുറവാണ്. അപ്പം നമ്മളെ ദോശ എങ്ങനെയുണ്ട്? നല്ല മുരിഞ്ഞ് റോള് ചെയ്തെടുക്കാൻ പറ്റിയ കൺസിസ്റ്റൻസിയായി. അപ്പം നമ്മളിതാ നല്ല കണ്ട് റോൾ ചെയ്തെടുക്കട്ടെ നമ്മളെ. എന്നിട്ടാണ് മുരിഞ്ഞ് നല്ല ഇങ്ങനെ മുരിയണം. നമ്മൾ നെയ്റോസ്റ്റിൻ്റെ മാതിരി. അപ്പോൾ ഒരെണ്ണം തയ്യാറായി കണ്ടില്ല നിങ്ങൾ. ഇതാണ് റവ ദോശ. അപ്പം നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. കേട്ടില്ലേ? ഇനി അടുത്തതൊന്നും പാർന്നൊടുക്കാം. നല്ല ഒന്ന് ഓയിൽ സ്പ്രെഡ് ആക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ. ഓയിൽ നല്ല ഉണ്ടായിക്കോട്ടെ. ഇനി നമുക്ക് നല്ലോണം ഇങ്ങോട്ട് കട്ടിയില്ലാതെ പാർന്നെടുക്കും. അധികം ആൾക്കാർ കഴിച്ചാൽ പിന്നെയും കഴിക്കാൻ തോന്നും. അങ്ങനെ രസമാണത്. ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ മതി. എല്ലായിടത്തും ഒരേ
ഇനി ഒന്നും ഇതായിട്ട് നല്ലൊരു മണമാണ് വരുന്നത്. ആ സവാളടി ആ കറിവേപ്പിലയും മണം എടുത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് രസമുണ്ട്. അപ്പോൾ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്യുക കേട്ടോ. എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. എന്നെങ്കിൽ നല്ല മുരിങ്ങ ദോശ കഴിക്കാൻ ഭയങ്കരമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. എന്താ നമ്മളെ ചുടു ദോശ കഴിക്കാൻ എന്ത് രസമാണ് പൊന്നേ. ചായ ആയിട്ട് വേണം നമുക്ക് കഴിക്കാൻ. നമ്മളൊന്ന് ടേസ്റ്റ് നോക്കിയാലോ പൊന്നു മക്കളെ. കഴിച്ചോ? നല്ല മുരിങ്ങ ദോശ. വാവ്, സൂപ്പർ സൂപ്പർ, അടിപൊളിയാണ്. ആ വെളുത്തുള്ളി ഇട്ടിട്ട് വെളുത്തുള്ളി ഇടലില്ല, ഗ്യാസുള്ളവർക്ക് ഇടാം. അതും വേറെ രസം തന്നെയാണ്. എരിയും പുളിയും നല്ല രസം. ചുടുചുടോടെ കഴിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കൂടെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അത് പോവും, മുറിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാകാം. ഞാൻ ഇവിടെ ചൂടൊക്കെ കഴിക്കാം. വെളുത്തുള്ളി ഇട്ടോടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അടിപൊളിയാ, സൂപ്പർ ടേസ്റ്റ്. നമ്മൾ റോൾ ചെയ്തെടുക്കാം. നല്ല മുരിഞ്ഞിക്കണു. അപ്പം നമ്മളെ ദോശ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒക്കെ ബൈ ചെയ്യൂ. അസ്സലാമു അലൈക്കും. ചായ തിളച്ചു.